ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ലെഗസിയാണ് ഗൈസ്. ഞാൻ ഒന്നും അൺലോക്ക് ആക്കിയിട്ടില്ലായിരുന്നു, ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു ഈ ഗെയിം മറ്റേ പ്രാവശ്യം. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഹാർഡ് മോഡ് ഒരു 3 വട്ടം കളിച്ച് ഗ്രാൻഡ് പാനയും പിന്നെ എക്സ്ട്രാ ഓപ്ഷനും അൺലോക്ക് ആക്കി. ബാക്കി ഒരു കോയിനോടെ ബാക്കി ഇരിപ്പുണ്ട്. സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഗ്രാനി ലെഗസിയാണ് ഗൈസ്. സോ ഇതിൻ്റെ അകത്ത് റോബോട്ട് എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബോട്ട് എസ്കേപ്പ് ചെയ്യുമോയെന്ന്. സോ പിന്നെ നമ്മുടെ നമുക്ക് ഗ്രാനി റീമാസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, അത് കളിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാനി റീമാസ്റ്റേർഡിൽ ബഗ്ഗൊക്കെ ഉണ്ട് ഗൈസ്, അതാണ് ഞാൻ കളിക്കാത്തത് കേട്ടോ. അത് അപ്ഡേറ്റഡ് ലിങ്ക് എനിക്ക് കിട്ടിയായിരുന്നു. അതിൻ്റെ അകത്ത് ന്യൂ സ്ഥലമൊക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്കിതിൻ്റെ അകത്ത് പ്രീസെറ്റൊന്നും കുറേ അറിഞ്ഞുകൂടാ. ഐ മീൻ ഈ എക്സ്ട്രാസ് ഓണാക്കി കഴിഞ്ഞാൽ പ്രീസെറ്റ് എല്ലാം മാറും. പോയിസൺ ട്രാപ്പൊക്കെ ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഐ മീൻ പോയിസൺ ട്രാപ്പൊന്നും ഞാൻ തുറന്നിട്ടേ ഇല്ല. ഓക്കെ ഗൈസ്, ഗ്രാൻഡ് ഇപ്പം അപ്പുറത്തോട്ട് കണ്ട ഇയാൾ നമ്മൾ കണ്ടില്ല. ഓ ഗൈസ്, ഇയാൾ പിന്നെ ഗ്രാനി ലെഗസി അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ. ഇപ്പം കണ്ടി ഇപ്പം ഒരു സമാധാനമായത്. ഹൈ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ ബാക്ക് യാർഡിലോട്ട് ചാടാം. എനിക്കറിയായിരുന്നു അയാൾ വെടിവെക്കുന്ന ഗൈസ്, അതാണ് ഞാൻ കുനിഞ്ഞ് നടന്നേ. ഓക്കെ, ഗ്രാൻഡ് പാസ് ഫേസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ പറയാൻ മറന്നുപോയി, ഇത് വേർഷൻ 1. ഓക്കെ, അങ്ങനെ ഗ്രാനീനെ തട്ടി. ഇത് വേർഷൻ 1.1 ആണ് ഗൈസ്. 1.2 വേർഷനാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. 1.1 ആണ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത്, കാരണം ബഗ് കുറവാണ്. പക്ഷേ 2ലാണ് ഒടുക്കത്തെ ബഗ്ഗാണ് ഗൈസ്. എനിക്ക് ഓബിയസ്ലി അങ്ങനെ തോന്നി. ദാറ്റ്സ് വൈ ഞാൻ വേർഷൻ 1 കളിക്കുന്നത്. എല്ലാത്തിൻ്റെ വേർഷൻ 1 ആണ് ഗൈസ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എന്താണെന്നറിയാൻ പാടില്ല, സെൻസിറ്റിവിറ്റി കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും പ്രശ്നമുണ്ട് ഗൈസ്, ഇപ്പോൾ സെൻസിറ്റിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ ഗൈസ്, ഇങ്ങനെ വെടിവെച്ച് കളിപ്പിക്കാൻ എന്ത് രസമല്ലേ. ഓക്കെ, ഇനി അയാൾ ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് ഈ വഴി കറങ്ങി പോവാം. ഗ്രാനീന് ഇങ്ങനെ ഇത് നമുക്ക് തുറക്കണ ഒരു ക്യാബിനറ്റ് കീ വേണം ഗൈസ്. ഇനി അയാൾ കൂടുതൽ കാണിക്കാൻ വിടണ്ട, നമുക്ക് വേഗം തുറക്കണോ. ടെഡി എവിടെ പോയി? ടെഡിയുടെ പ്ലേസ് വരെ മാറിയിട്ടുണ്ട് ഗൈസ്, എക്സ്ട്രാ സോണാക്കിയിട്ട്. ഗ്രാനി എഴുന്നേറ്റ് കാണാനുള്ള സാധ്യതയൊന്നും ഇല്ല ഗൈസ്. നമ്മൾ തോക്കിൻ്റെ കഷ്ണം എവിടെ കൊണ്ടാണ് ഇട്ടതെന്ന് എനിക്ക് പിടിയില്ല. ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. മിക്കവാറും ഞാൻ ബാക്ക് യാർഡിലോട്ട് എറിഞ്ഞു കാണും. അതെ, ബാക്ക് യാർഡിലാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതും കൂടെ നമുക്കിവിടെ വച്ചേക്കാം. ബാക്ക് യാർഡിൽ പോയിട്ട് ഇനി അടുത്ത ഗണ്ണിൻ്റെ പാർട്ട് എടുത്തിട്ട് വരാം ഗൈസ്. ഗ്രാൻഡ് പേയുടെ വെയ്സ് മിക്കവാറും നമുക്ക് ആവശ്യം വരും. ഗ്രാൻഡ് പേനെ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ഗ്രാൻഡ് പേയുടെ വെയ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും ഗൈസ്. ഗ്രാൻഡ് പേയുടെ വെയ്സിനായിട്ട് വേറെ ഇതില്ല നമുക്ക്. ഇല്ലേ ഞാൻ അതിന് വേണ്ടി ഇരുന്ന് കളിക്കേണ്ടി വന്നേനെ കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ ഗൺ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഗ്രാനി എഴുന്നേറ്റ് കാണാനുള്ള സാധ്യതയുണ്ട് ഗൈസ്. ഞാനില്ലേ അറിയാതെ ഈ സ്ക്രൂ ഡ്രൈവറിനിട്ട് വെടിവെച്ച് പോയി. ഞാൻ ഹാർഡ് മോഡ് കളിച്ചപ്പോൾ സീവർ എസ്കേപ്പാണ് ചെയ്തത്. ആ ഫ്ലോയിൽ ഞാൻ പോയി സ്ക്രൂ ഡ്രൈവറിനിട്ട് വെടിവെച്ച് ഗൈസ്. സോറി, അതുകൊണ്ടാണ് ഞാനപ്പോൾ കട്ട് ചെയ്ത്. അതാണിപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഇവിടെ കിടക്കാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഓക്കെ, വെയ്സ് വെച്ച് നമ്മൾ അവിടെ ഒച്ചയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ടൊന്നും ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് അതിനെ കൊല്ലണം. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് വെടിവെക്കട്ടെ. ഓക്കെ ഗൈസ്, ഇവിടുന്ന് നമുക്ക് ക്യാബിനറ്റ് എടുക്കണം.
സ്റ്റഡി ഇവിടെ ആയിട്ടാണുള്ളത്. തുറക്ക്. മിക്കവാറും ഗ്രാൻഡ് പേ ആണ് ഇങ്ങോട്ട് വരാൻ സാധ്യത കൂടുതൽ. കാരണം ഗ്രാനിന്ന് നമുക്ക് വേണേൽ അപ്പുറത്തെ സൈഡിലോട്ട് ഒച്ചാക്കി വിടാൻ പറ്റും. പക്ഷേ ഗ്രാൻഡ് പേനെ എങ്ങനെയല്ല. ഇത് നമുക്ക് ഈ പക്ഷീനെയും കൊല്ലണം ഗൈസ്. കാരണം മറ്റേ സ്പെഷ്യൽ കീ പക്ഷീൻ്റെ അടുത്താണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇവിടെ പ്രീസെറ്റിലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഗ്രാനി ഈ സൈഡിലോട്ട് വരട്ടെ. നമുക്കപ്പോഴത്തേക്കും പോയി ഗണ്ണെടുക്കാം. ഓക്കെ ഗൈസ്, ഗണ്ണെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാക്കേനെ എടുക്കാം. ഇനിയിപ്പോൾ ഗ്രാനി മാത്രമേ നമ്മുടെ പുറകെ വരുള്ളൂ. അയാൾ ജീവിച്ചിരുന്നപ്പം ഇയാൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ പുറകെ ഗ്രാനിയും ഗ്രാൻഡ് പേയും വരുമായിരുന്നു. അത് കുറച്ച് ഡിസ്റ്റർബൻസ് ആയേനെ. ഗ്രാനി ഇപ്പോൾ പതുക്കെ നടന്നിറങ്ങി വരും ഗൈസ്. ഇത് വേർഷൻ 1.1 ആയതുകൊണ്ട് കുറേ സ്ഥലത്തൊന്നും ആമോ ഇല്ല. 2-ൽ കുറേ സ്ഥലത്ത് ആമോയും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാനി എവിടെയായിരിക്കും? ഇപ്പം നമ്മൾ കയറി പോകുമ്പോൾ അടി കൊണ്ട പടിയാണ് ഗൈസ്. ഡേ 1-ൽ തന്നെ നമുക്ക് എസ്കേപ്പ് ആവും മാക്സിമം നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഗ്രാനിനെയും തട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോയി സ്പെഷ്യൽ കീയും ക്യാബിനറ്റ് കീയും എടുത്തിട്ട് വരാം. ഗണ്ണ് ഇവിടെ കിടക്കട്ടെ. ഗ്രാൻഡ് പേ എന്തായാലും ഇങ്ങോട്ടൊന്നും വരത്തില്ലായിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതാ ഇപ്പുറത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യാബിനറ്റ് കീ എടുക്കണം. പിന്നെ നമുക്ക് സ്പെഷ്യൽ കീ ഇല്ലേ, സ്പെഷ്യൽ കീ ഇവിടെ നിന്ന് എടുക്കണം. പിന്നെ നമ്മൾ മണ്ടേ പോയിട്ട് മറ്റേ സേഫ് കീ ഇല്ലേ, സേഫ് കീ എടുക്കണം. അതിൻ്റെ അകത്താണ് മറ്റേ സംഭവം ഉള്ളത്. പിന്നെ നമുക്ക് നമ്പർ കിട്ടിയില്ലേ ഗൈസ്, എലവേറ്ററിൻ്റെ നമ്പർ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാന്ന് തോന്നുന്നല്ലേ. അപ്പം നമുക്ക് എലവേറ്ററിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം. ഇവിടെ ആയിട്ടാണ് വിഞ്ച് ഹാൻഡിലുള്ളത്. അപ്പോൾ വിഞ്ച് ഹാൻഡിലുള്ള സ്ഥലത്ത് എന്തായിരിക്കും അല്ലേ? അവിടെയാണ് നമ്മുടെ പെൻഡ്രൈവ്. ഗ്രാൻഡ് പേ ചത്തിട്ടുണ്ട് ഗൈസ്. വിഞ്ച് ഹാൻഡിലുള്ളിടത്താണ് നമ്മുടെ പെൻഡ്രൈവ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വിഞ്ച് ഹാൻഡിൽ നമ്മുടെ ഇവിടെ ആയിരിക്കുമല്ലോ, എലവേറ്ററിലാണ് നമ്മുടെ പെൻഡ്രൈവ് ഇരിക്കുന്നത്. പെൻഡ്രൈവ് കണ്ടുപിടിക്കാനാണ് നമുക്ക് നമ്പർ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞത്. ഇവിടെയായിട്ട് നമ്മളൊരു വെടി വെച്ചാലും മതി ഗൈസ്. ഗ്രാനി ലെഗസിയിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ വെടി വെച്ചാൽ മതി, ഇത് പൊട്ടി വന്നോളും. ക്യാബിനറ്റ് കീ എടുത്ത് നമുക്ക് മണ്ടയ്ക്ക് പോയി തുറന്നിട്ടേക്കാം. ഓക്കെ ഗൈസ്, സ്പൈഡർ കീ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രീസ് ട്രാപ്പ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഗ്രാൻഡ് പേയുടെ ഗണ്ണ് അപ്പുറത്തല്ലേട്ടെ. ഓക്കെ ഗൈസ്, ഗ്രാൻഡ് പേയുടെ ഗണ്ണ് എടുത്തിട്ടുണ്ട്. ഓ ഗൈസ്, ഗ്രാനി വരുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ അടുത്ത് കണ്ട ഗ്രാഫിക്സ് ഒക്കെ തീരെ കാണാം. അയാൾ എവിടുന്നാ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ നമ്പർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നിയായിരുന്നു ഗൈസ് കിട്ടിയെന്ന്. 2 നമ്മുടെ കോഡ്, നമ്പർ. ഓക്കെ, ഗ്രാൻഡ് പേ അങ്ങനെ ചത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും ഫ്രീ സ്ട്രാപ്പ് സെറ്റാക്കി നന്നായി. നമുക്ക് പോയി 2 തുറന്ന് ഇത് എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്പൈഡറിൻ്റെ അടുത്ത് എത്തിയേക്കാണ്. സ്പൈഡർ മിക്കവാറും അങ്ങായിരിക്കും പോയി കാണുക. അല്ല ഗൈസ്, ഇവിടെ ഇരിപ്പുണ്ട്.
സോ ഇനി നമുക്ക് ഈ വഴി പോവാം. പോയി സ്പൈഡർ ഫാസ്റ്റ് ആയിട്ടാണോ പോകുന്നതെന്ന് എനിക്കൊരു ഡൗട്ടില്ലായില്ല ഗൈസ്. സ്പൈഡർ ഒറ്റയടിക്ക് അങ്ങോട്ട് മാഞ്ഞു പോകുന്ന പോലെ. 2 നമ്മൾ കണ്ട നമ്പർ. ഓക്കെ ഗൈസ്, പെൻഡ്രൈവ് കിട്ടിയേക്കാണ്. നിങ്ങൾ പറയും പോലെ റോബോട്ടിനെ ഞാൻ കാണിച്ചില്ല അല്ലേ? ഐ സി. അമ്മച്ചോ, എൻ്റെ പൊന്നോ, ജസ്റ്റ് മിസ് കേട്ടോ. ഈസി മോഡായത് നന്നായി. ഹാർഡ് മോഡോ നോർമലോ അല്ലാണ് പിടിച്ചേനെ ഗൈസ്. ഒരു നിമിഷത്തേക്ക് ഞാൻ പകച്ചു പോയി. ഓക്കെ ഗൈസ്, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. റോബോട്ട് ഡാറ്റ കണ്ടെയ്നറാണ് ഗൈസ് ഈ പെൻഡ്രൈവ്. ഇതെന്താണ് പറന്ന് വെക്കണ? നമുക്ക് എന്തായാലും ഇനി മണ്ടയിലോട്ട് ഇറങ്ങാല്ലേ ഗൈസ്. ചെറിയ രീതിയിൽ മാത്രമേ ഭയമുള്ളൂ. അടികൊണ്ട അമ്മച്ചി, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എന്താണല്ലേ. ഓക്കെ, തീ ഷോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, 2 പേർക്കിട്ടും പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. പതുക്കെ ശ്രദ്ധിച്ച് പോയത് നന്നായി ഗൈസ്. ഇത് 2ാമത്തെ വട്ടമാണ് നമുക്ക് ഇങ്ങനെ കിട്ടണത്. എന്താണല്ലേ. ഓക്കെ ഗൈസ്, ഇത് ഞാൻ അവിടെ കൊണ്ടിട്ടിട്ട് വരാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് ഇതെടുക്കണം ഗൈസ്. സ്പെഷ്യൽ കീ അല്ല, സേഫ് കീ. ഓക്കെ ഗൈസ്, പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലെയർ എടുക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ പ്ലെയർ എടുത്ത് നമ്മൾ മണ്ടയ്ക്കോട്ട് പോവുകയാണ്. ഗ്രാനിയും ഗ്രാൻഡും ഒന്നും എഴുന്നേക്കാറായിട്ടില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ സേഫ് കീ നമ്മൾ എടുത്തേക്കാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇറങ്ങി. ഇനി സേഫ് കീന്ന് നമ്മൾ പോയി ആർമേച്ചർ കോയിൽ അങ്ങനെ എന്തോ സാധനമാണ്, എന്തോ ഒരു സാധനം ഗൈസ്, അതെടുക്കണം നമ്മൾ. ഇലക്ട്രിക് കോയിൽ, അത് തന്നെ സാധനം. ഇലക്ട്രിക് ബട്ടൺ എന്താണ്? ഇലക്ട്രിക് ബാറ്റൺ എന്തോ തേങ്ങ ഗൈസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊടുക, കണ്ട അപ്പോൾ അതങ്ങനെ ചാർജ് ആവും. ഇനി നമ്മൾ മേളിൽ പോയിട്ട് റോബോട്ടിൻ്റെ ഒരു സംഭവം ഉണ്ട്, അവിടെ പോയിട്ട് ക്ലിക്ക് 4 സ്ഥലത്ത് കൊണ്ട് ഇത് സംഭവം ചെയ്യണം. എന്തോ കയറാൻ പറ്റണില്ലല്ലോ. കണ്ട ഗൈസ്, ഇതാണ് റോബോട്ട്. ഈ സംഭവം അല്ലേ. നമ്മൾ ഇത് കണ്ട ഇവിടെയായിട്ട് ഇവിടെ ഒരു മിനിറ്റ്, സെൻസിറ്റിവിറ്റി കുറച്ചിട്ടുണ്ട്, ലാഗ് അടിക്കുന്ന പോലെ തോന്നി, അതാട്ടോ. ഇനി വേറെ 2 സൈഡും കൂടെ ചെയ്യാനുണ്ട് ഗൈസ്. സേഫായിട്ട് നമുക്ക് പോകണം ഗൈസ്. ഇതുവരെ ചത്തിട്ടില്ല, ഇനിയും നമ്മൾ ചാവാൻ പാടില്ല. എടാ, ഗ്രാനി, ഞാൻ വിചാരിച്ചു നമ്മുടെ മുമ്പിൽ നിന്നായിരുന്നു. ഗ്രാൻഡ് ഇപ്പോൾ ഇവിടെ നിന്നല്ലേ വന്നാ മോനെ നമ്മൾ ചത്ത്. ഭാഗ്യം ഇവിടെ നിന്നൊന്നും വന്നിട്ടില്ല കേട്ടാ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ അവിടെയും കൂടെ സെറ്റാക്കിയ തീർന്ന് ഗൈസ്, കളി തീർന്ന്, നമ്മൾ ജയിച്ച്. ഓക്കെ ഗൈസ്, കളി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളിപ്പോൾ എങ്ങോട്ടാ ഇടുക? ഗ്രാനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴോട്ടിടാം. ഓക്കെ ഗൈസ്, അത് താഴോട്ടിട്ടിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് ഗൺ ഇവിടെ ഇരിപ്പുണ്ട്, എന്നാലും ഞാൻ താഴോട്ടിട്ട്. ഇനി നമ്മൾ ഇതെടുത്ത് ഇവിടെ വെക്കണം. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. കണ്ട ചാർജ് ആവുന്നേ ഗൈസ്. അങ്ങനെ നമ്മൾ ഗ്രാനി ലെഗസിയിൽ ഗ്രാൻഡ്പ വിത്ത് ഷോട്ട് ഗൺ വിത്ത് ഗ്രാനി 2 പേരെയും വെച്ചിട്ട് ഒരു ദിവസം പോലും ചാവാതെ റോബോട്ട് എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ്.
കണ്ട ഗൈസ് റോബോട്ട് ഇത് കണ്ട ഇത്. ആഹാ, നമ്മൾ വീടിൻ്റെ പുറത്തോടെ ഇങ്ങനെ പറന്ന് വരികയാണ് ഗൈസ്. ഗ്രാനിയും ഗ്രാൻഡ് അത് അവിടെ നോക്കിയിരിക്കുകയാണ്. തീയൊക്കെ ആനിമേഷൻ കൊള്ളാം അല്ലേ. ഞാനിത് രണ്ടാമതായിട്ടോ മറ്റുമാണ് ഗൈസ് ഗ്രാനി ലെഗസിയിൽ റോബോട്ട് എസ്കേപ്പ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഗ്രാനി ലെഗസിയിൽ റോബോട്ട് എസ്കേപ്പ് ചെയ്തപ്പോൾ ഞാൻ 4ാമത്തെ ഡേയോ മറ്റോ ആണ് ഗ്രാനി ലെഗസി എസ്കേപ്പ് ചെയ്തത്. സോ ഗൈസ് നമ്മുടെ അടുത്തുള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ബൈ.